ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 7ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാമിൻ്റെ 14ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ മുമ്പത്തെ പാഠഭാഗങ്ങളൊക്കെ കണ്ടവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒരു കമൻ്റ് അറിയിക്കണം. 1-2 പേരൊക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ അറിയിക്കണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 14ാമത്തെ ചാപ്റ്റർ ഏതാണ്? വൻകിഹുൽ അയാമ മിൻകും. 1. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് വന്ന 3 ആളുകൾ തമ്മിലുള്ള സംഭാഷണം എന്തായിരുന്നു? ഇത് കേട്ട ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്ത മറുപടി എന്തായിരുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 3 ആളുകൾ വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചറിയാനായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കുന്നു. ഒരാൾ എല്ലാ ദിവസവും രാത്രി മുഴുവനും നിസ്കരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ള വ്യക്തി ഞാനാണ്. ഞാൻ നോമ്പെടുക്കുകയും ചിലപ്പോൾ നോമ്പ് ഒഴിവാക്കുകയും രാത്രി നിസ്കരിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു, വിവാഹം കഴിക്കുന്നു. എൻ്റെ ചിന്ത വിട്ടു ചിന്തിക്കുന്നവർ എൻ്റെ മാർഗത്തിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് കൊടുത്ത മറുപടി അതാണ്. എൻ്റെ ചര്യ വിട്ടു ചിന്തിക്കുന്നവർ എൻ്റെ മാർഗത്തിലല്ല. അടുത്ത, വിവാഹം സുന്നത്താണ് ആരുടെ? വിവാഹം തിരുസുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. മനസ്സിലാക്കുക. അടുത്തത്, വിവാഹം തടയും എന്തിൽ നിന്നാണ് വിവാഹം തടയുന്നത്? അത് അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കുക, ഹറാമായ ബന്ധങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ തെറ്റുകളിൽ നിന്ന് വിവാഹം തടയും. മനസ്സിലാക്കുക. വിവാഹം കഴിക്കലിനെ സംബന്ധിച്ച് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വിവാഹ ചിലവിന് കഴിയുന്നവന് വിവാഹം കഴിക്കട്ടെ. അത് കണ്ണിനും ജനനേന്ദ്രിയത്തിനും തെറ്റുകളിൽ നിന്ന് സംരക്ഷണമാണ്. കണ്ണിനും ജനനേന്ദ്രിയത്തിനും തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണമാണ് വിവാഹം കഴിക്കൽ. വിവാഹം കഴിക്കുന്നവൻ വിവാഹം കഴിക്കട്ടെ. വിവാഹ ചെലവിന് കഴിയുന്നവൻ വിവാഹം കഴിക്കട്ടെ. മനസ്സിലാക്കുക. വിവാഹം സുന്നത്താണ് ആർക്ക്? ചെലവ് കൊടുക്കാൻ കഴിയുന്ന, വിവാഹത്തിന് താല്പര്യമുള്ള പുരുഷനു വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീക്കും വിവാഹം സുന്നത്താണ്. ചെലവ് കൊടുക്കാൻ കഴിയുന്ന വിവാഹത്തിന് താല്പര്യമുള്ള പുരുഷനും ചെലവിനാവശ്യമുള്ള വിവാഹത്തിന് താല്പര്യമുള്ള സ്ത്രീക്കും വിവാഹം സുന്നത്താണ്. മനസ്സിലാക്കുക. നിക്കാഹിന് എത്ര റുക്കുനുകളുണ്ട്? ഏതൊക്കെ? നിക്കാഹിന് 5 റുക്കുനുകളാണുള്ളത്. 5 റുക്കുനുകൾ: ഭർത്താവ്, ഭാര്യ, രക്ഷിതാവ്, 2 സാക്ഷികൾ, ഈജാബും കബൂലും എന്നിവയാണ് നിക്കാഹിൻ്റെ റുക്കുനുകൾ. മനസ്സിലാക്കുക. ഈജാബിൻ്റെ വാചകം എന്ത്? ഈജാബിൻ്റെ വാചകം എന്താണ്? മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ സവ്വജ്തുക ബിൻതി എന്നതാണ് ഈജാബിൻ്റെ വാചകം. മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ സവ്വജ്തുക ബിൻതി എന്നതാണ് ഈജാബിൻ്റെ വാചകം. ഖബിൽതു നിക്കാഹഹ എന്നതാണ് കബൂലിൻ്റെ വാചകം. കബൂലിൻ്റെ വാചകം എന്ത്? കബൂലിൻ്റെ വാചകം ഖബിൽതു നിക്കാഹഹ എന്നതാണ് കബൂലിൻ്റെ വാചകം. മനസ്സിലാക്കുക. ഭാര്യയുടെ ഉമ്മയും മരുമകനും ഭർത്താവിൻ്റെ ഉപ്പയും മരുമകളും മഹ്റമായി തീരും. എപ്പോഴാണ്? വിവാഹത്തോടെ ഭാര്യയുടെ ഉമ്മയും മരുമകനും ഭർത്താവിൻ്റെ ഉപ്പയും മരുമകളും മഹ്റമായി തീരും. മനസ്സിലാക്കുക. വിവാഹത്തിൻ്റെ സുന്നത്തുകളാണ് ഏതൊക്കെ? വിവാഹത്തിൻ്റെ സുന്നത്തുകൾ: ദീനും സൽസ്വഭാവമുള്ള ഇണയെ തിരഞ്ഞെടുക്കുക, വധൂവരന്മാർ പരസ്പരം കാണുക, നിക്കാഹ് മസ്ജിദിൽ വെച്ചാവുക, വെള്ളിയാഴ്ച രാവിലെയാവുക,
ഷവ്വാൽ മാസത്തിലാവുക. നിക്കാഹ് വേളയിൽ മഹർ പറയുക. വധൂവരന്മാർക്ക് വേണ്ടി ബാറക്കല്ലാഹു ലക വബാറക അലൈന വജമഅ ബൈനകുമാ ഫീ ഖൈരിൻ എന്ന് ദുആ ചെയ്യുക. നിക്കാഹിന് ശേഷം വലീമത്ത് നൽകുക തുടങ്ങിയവ വിവാഹത്തിൻ്റെ സുന്നത്തുകളാണ്. മനസ്സിലാക്കുക. പാഠഭാഗത്തുനിന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെ ജീവിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് സന്തോഷത്തോടെയും പൊരുത്തത്തോടെയും ജീവിക്കണം. പരസ്പരമുള്ള കടമകൾ നിർവഹിച്ച് സന്തോഷത്തോടെയും പൊരുത്തത്തോടെയും ജീവിക്കണം. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടായാൽ എന്തു ചെയ്യണം? പിണക്കമുണ്ടായാൽ ഉപദേശിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും വേണം. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരു നിലക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധ്യമല്ലെങ്കിൽ എന്തു ചെയ്യണം? പ്രയാസമാണെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. ത്വലാഖ് ചൊല്ലുന്നതിനെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ നിലപാട് എന്ത്? ത്വലാഖ് ചൊല്ലുന്നതിനെ പറ്റി അള്ളാഹു തആലയുടെ നിലപാട്, ത്വലാഖ് അള്ളാഹു തആല ഏറ്റവും നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് ത്വലാഖ്. അപ്പോൾ ചോദ്യം വരും ഇവിടെ, അള്ളാഹു തആല നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ് എന്ത് എന്നൊക്കെ ചോദിച്ചിട്ട്. മനസ്സിലായില്ല? ത്വലാഖ് മനസ്സിലാക്കുക. അടുത്തത് ഞാൻ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ത്വലാഖ് സംഭവിക്കുമോ? അത് തമാശക്കാണെങ്കിലോ ലഹരിയിലാണെങ്കിലോ. എന്താണ്? തമാശയായോ ലഹരിയിലായോ പറഞ്ഞാലും ത്വലാഖാകും. മനസ്സിലാക്കുക. ത്വലാഖാകും. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് ത്വലാഖ് ചൊല്ലുന്നതിൻ്റെ ഇസ്ലാം മത വീക്ഷണം എന്ത്? ഹൈളിൻ്റെയും നിഫാസിൻ്റെയും സമയത്തും ഭാര്യ ഭർത്ത സംസർഗം നടന്ന് ശുദ്ധി സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. ഭാര്യ ഭർത്ത സംസർഗം നടന്ന ശുദ്ധി സമയത്തും ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. മനസ്സിലാക്കുക. അടുത്തത് ഭാര്യ ഭർത്താക്കന്മാർ സംസർഗത്തിൽ ഏർപ്പെട്ട ശുദ്ധി സമയത്ത് ത്വലാഖ് ചൊല്ലാൻ പറ്റുമോ? ത്വലാഖ് ചൊല്ലൽ ഹറാമാണ്. മനസ്സിലാക്കുക. ഒരു സ്ത്രീക്ക് എത്ര ത്വലാഖാണുള്ളത്? 3 ത്വലാഖാണുള്ളത്. ഒരാൾ ഒരു ത്വലാഖോ അല്ലെങ്കിൽ 2 ത്വലാഖോ മാത്രമാണ് ചൊല്ലിയത് എങ്കിൽ അയാൾക്ക് ഭാര്യയെ തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെങ്കിൽ എങ്ങനെയാണ്? 1 2 ത്വലാഖ് ചൊല്ലിയാൽ ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാവുന്നതാണ്. 1 2 ത്വലാഖ് ചൊല്ലിയവന് ഇദ്ദ കഴിയുന്നതിന് മുമ്പ് തിരിച്ചെടുക്കാവുന്നതാണ്. അടുത്തത് ത്വലാഖ് ചൊല്ലിയ ഒരാൾക്ക് പുതിയ നിക്കാഹ് നടത്താതെ തൻ്റെ ഭാര്യയെ ഇണയാക്കാം. എങ്ങനെയാണ്? എൻ്റെ ഭാര്യയെ ഞാൻ തിരിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പുതിയ നിക്കാഹ് ചെയ്യേണ്ടതില്ല. മനസ്സിലാക്കുക. അടുത്തത് 3 ത്വലാഖ് ചൊല്ലിയ ആൾക്കും ത്വലാഖ് ചൊല്ലി ഇദ്ദ കാലയളവ് തീർന്ന വ്യക്തിക്കും വീണ്ടും തങ്ങളുടെ ഭാര്യമാരെ ജീവിത പങ്കാളിയാക്കാം. എങ്ങനെയാണ്? 3 ത്വലാഖ് ചൊല്ലിയവളെയും ഇദ്ദ കഴിഞ്ഞവളെയും പുതിയ നിക്കാഹ് ചെയ്യാൻ 3 ത്വലാഖ് ചൊല്ലിയവരെ ഇദ്ദ കാലയളവ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ നിക്കാഹ് ചെയ്ത് ശേഷം അയാൾ ത്വലാഖ് ചൊല്ലി ഇദ്ദ കഴിഞ്ഞാൽ മാത്രമേ ആദ്യ ത്വലാഖ് ചൊല്ലിയ ആൾക്ക് വീണ്ടും നിക്കാഹ് ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കുക. അടുത്തത് എന്താണ് ഹുൽഉ? എങ്ങനെയാണ് ഹുൽഉയിലൂടെ ഭാര്യ ഭർത്ത ബന്ധം വേർപിരിയുന്നത്? ഹുൽഉ ചെയ്ത് വിവാഹമോചനം നേടാം. പ്രതിഫലം നൽകി ത്വലാഖ് വാങ്ങുന്നതിനാണ് ഹുൽഉ എന്ന് പറയുന്നത്. ഭാര്യയുടെ പ്രതിഫലം സ്വീകരിച്ച് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ഭാര്യ ഭർത്തൃബന്ധം വേർപിരിയുന്നതാണ്. ഭാര്യയുടെ പ്രതിഫലം സ്വീകരിച്ച് ഭർത്താവ് ത്വലാഖ് ചൊല്ലിയാൽ ഭാര്യ ഭർത്തൃബന്ധം വേർപിരിയുന്നതാണ്. മനസ്സിലാക്കുക. അടുത്ത ഫസ്റ്റ് എന്താണ്? ചിലവ് കൊടുക്കാൻ കഴിയാത്ത വിധം പാപ്പരായ ഭർത്താവിനെ ഭാര്യക്ക് ഫസ്ഹ് ചെയ്യാവുന്നതാണ്.
ഭാര്യ ഭർത്താവിനെ ഫസ് ചെയ്യാവുന്നതാണ്. ചെലവിന് കൊടുക്കാൻ കഴിയാത്ത ഭർത്താവിനെ ഭാര്യക്ക് ഫസ് ചെയ്യാവുന്നതാണ്. മനസ്സിലാക്കുക. ഫസ് ചെയ്യാം എപ്പോൾ? എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിലാണ്? വിവാഹ സമയത്ത് നിബന്ധന വെച്ച സൗന്ദര്യം, പ്രായം പോലുള്ള കാര്യങ്ങളിൽ നിബന്ധനക്ക് അതിര് സംഭവിക്കുക. അതായത് വയസ്സ്, അതുപോലെ സൗന്ദര്യം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസപ്പെടുക. പിന്നെന്താണ്? ഭ്രാന്ത്, വെള്ളപ്പാണ്ട്, കുഷ്ഠം തുടങ്ങിയ രോഗങ്ങളുള്ള വിവാഹ സമയത്ത് തന്നെയുള്ള ആളാവുക തുടങ്ങിയവയൊക്കെ ഫസ്ഹിന്റെ കാരണങ്ങളാണ്. മനസ്സിലാക്കുക. അടുത്തത്, എന്താണ് ഇദ്ദ? ഇദ്ദ എന്താണെന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പാഠബുക്കിൽ പറയുന്നില്ല. ഇസ്ലാമിൽ ഇദ്ദ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ അല്ലെങ്കിൽ വിവാഹമോചനം നേടിയ സ്ത്രീ അവൾ ഗർഭിണിയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്നതിന് ആചരിക്കുന്ന കാത്തിരിപ്പ് കാലത്തെയാണ് ഇസ്ലാമിൽ ഇദ്ദ എന്ന് പറയുന്നത്. അപ്പോൾ ഭർത്താവുമായി വേർപിരിഞ്ഞ സ്ത്രീ ഇദ്ദ ആചരിക്കണം. ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് പാഠഭാഗത്ത് പറഞ്ഞത്. ഇദ്ദ ആചരിക്കണം ആരൊക്കെ? ആരൊക്കെയാണ്? ഹേളുള്ളവളാണെങ്കിൽ 3 ശുദ്ധികാലവും. ഇദ്ദ ആചരിക്കണം ആരൊക്കെയാണ് ഇദ്ദ ആചരിക്കേണ്ടത്? ഭർത്താവുമായി വേർപിരിഞ്ഞവരോ ഭർത്താവ് മരണപ്പെട്ടവരോ ആയ എല്ലാ സ്ത്രീകളും ഇദ്ദ ആചരിക്കണം. മനസ്സിലാക്കുക. അടുത്ത, ഭർത്താവുമായി വേർപിരിഞ്ഞ ഹേളുള്ള പെണ്ണ് എത്ര കാലമാണ് ഇദ്ദ ഇരിക്കേണ്ടത്? അല്ലാത്ത സ്ത്രീകൾ എത്ര കാലവുമാണ് ഇദ്ദ ഇരിക്കേണ്ടത്? ഭർത്താവുമായി വേർപിരിഞ്ഞ ഹൈലുള്ള സ്ത്രീ 3 ശുദ്ധികാലവും അല്ലാത്തവൾ 3 മാസവുമാണ് ഇദ്ദയുടെ കാലം. മനസ്സിലാക്കുക. ഹൈലുള്ളവളാണെങ്കിൽ 3 ശുദ്ധികാലവും ഇല്ലാത്തവളാണെങ്കിൽ 3 മാസവുമാണ് ഇദ്ദയുടെ കാലം. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ എത്ര കാലമാണ് ഇദ്ദ ഇരിക്കേണ്ടത്? 4 മാസവും 10 ദിവസവുമാണ്. ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ. അപ്പോൾ ഇവിടെ ഭർത്താവുമായി വേർപിരിഞ്ഞ ഹൈലുള്ള സ്ത്രീ 3 മാസവും 3 ശുദ്ധികാലവും, ഹൈലില്ലാത്തവളാണെങ്കിൽ ഭർത്താവുമായി വേർപിരിഞ്ഞ ഹൈലില്ലാത്തവളാണെങ്കിൽ 3 മാസവുമാണ് ഇദ്ദ ഇരിക്കേണ്ടത്. മനസ്സിലാക്കുക. അടുത്തത്, ഭർത്താവ് മരണപ്പെട്ട സ്ത്രീ എത്ര കാലമാണ് ഇദ്ദ ഇരിക്കേണ്ടത്? ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയുടെ ഇദ്ദ 4 മാസവും 10 ദിവസവുമാണ്. 4 മാസവും 10 ദിവസവും. അടുത്തത്, ഗർഭിണിയുടെ ഇദ്ദ കാലയളവ് എത്ര? മൊഴി ചെല്ലപ്പെട്ട ഗർഭിണിയുടേതാണെങ്കിലോ ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയുടേതാണെങ്കിലോ? അപ്പോൾ മനസ്സിലാക്കുക. ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ദ കഴിയും. ഭർത്താവ് മരണപ്പെട്ട ഗർഭിണിയാണെങ്കിൽ പ്രസവത്തോടെ ഇദ്ദ കഴിയും. മനസ്സിലാക്കുക. മൊഴി ചൊല്ലപ്പെട്ട ഗർഭിണിയുടേതും അവളുടെ പ്രസവത്തോടെ ഇദ്ദ കഴിയും. മനസ്സിലാക്കുക. ഗർഭിണിയുടെ ഇദ്ദ കാലയളവ് അവളുടെ പ്രസവകാലമാണ്. അവളുടെ പ്രസവത്തോടെ അത് കഴിയും. മൊഴി ചൊല്ലപ്പെട്ടവളുടെ ഇതാണെങ്കിലും പ്രസവത്തോടെ കഴിയും. ഭർത്താവ് മരണപ്പെട്ടവരുടേതും പ്രസവത്തോടെ ഇദ്ദയുടെ കാലയളവ് കഴിയും. മനസ്സിലാക്കുക. ഇദ്ദ കാലയളവിൽ നിഷിദ്ധമായ കാര്യങ്ങൾ ഏവ? ഇദ്ദ കാലയളവിൽ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സുഗന്ധം പൂശുക, ഭംഗിയുള്ള വസ്ത്രമണിയുക, ആഭരണം ധരിക്കുക, തലയിൽ എണ്ണ തേക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ ഇദ്ദയിൽ നിഷിദ്ധമാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ 14ാമത്തെ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കുക. നമുക്ക് അടുത്ത 15ാമത്തെ
പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.